പ്രണയിനി രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 21. അതെ, എനിക്ക് ഭ്രാന്താണ്. അതിന് കാരണം മുകുന്ദേട്ടൻ തന്നെയല്ലേ? എനിക്കും ദേഷ്യം തുടങ്ങിയിരുന്നു. ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുന്ന സങ്കടങ്ങൾ നിയന്ത്രിക്കാനാവാതെ പുറത്തേക്ക് വരുവാനായി തുടങ്ങി. ഞാനോ? എനിക്ക് മനസ്സിലായില്ല. അത്രയും നേരം ഗൗരവത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുടെ മുഖത്ത് പെട്ടെന്ന് പകപ്പ് വന്ന് നിറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അതെ, ഏട്ടൻ തന്നെയാണ് കാരണക്കാരൻ. കുളക്കടവിൽ ഏട്ടനോടൊപ്പം ഇരുന്ന പെണ്ണ് ഏതാണ്? അതെൻ്റെ വീടാണെന്നോ ഞാൻ സംസാരിക്കുന്ന വീട്ടുകാർ കേൾക്കുമെന്നോ എന്നൊരാലോചന ആ സമയം എനിക്ക് തോന്നിയില്ല. ഉള്ളു നിറച്ചും കൂർത്ത മുള്ളുകൾ കുത്തിക്കയറുന്നത് പോലെയുള്ള വേദനയാണ് എനിക്ക് ആ നേരം അനുഭവപ്പെട്ടത്. പെണ്ണോ? ഏതു പെണ്ണ്? ഒന്നും അറിയാത്തവനെ പോലെ ഏട്ടൻ കണ്ണും വായും മിഴിക്കുന്നത് ഞാൻ കണ്ടു. അമ്പലക്കുളത്തിൻ്റെ പടിയിൽ മുകുന്ദേട്ടനോടൊപ്പം ഇരുന്നവൾ ആരാണെന്നാണ് ഞാനീ ചോദിക്കുന്നത്. ഞാൻ പരിസരം മറന്ന് ഉച്ചത്തിൽ ചോദിച്ചു. ഓ, അതോ? അതിപ്പോൾ ആരാണെങ്കിലും അത് പ്രിയയെ സംബന്ധിക്കുന്ന കാര്യമല്ലല്ലോ. ആള് വളരെ അലസമായി മറുപടി പറഞ്ഞപ്പോൾ എന്നിലുണ്ടായിരുന്ന അവസാന ക്ഷമയുടെ നെല്ലിപ്പലകയും കണ്ടിരുന്നു ഞാൻ. കാര്യമല്ലേ? അല്ലേന്ന്. അപ്പോൾ ഞാൻ മൂന്നേട്ടനെ സ്നേഹിക്കുന്നതോ? എൻ്റെ ഇഷ്ടം ഞാൻ എന്നോട് തുറന്നു പറഞ്ഞല്ലേ. എന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? അത്രയ്ക്കിഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്ന് പറഞ്ഞത്. പിന്നെന്തിനാ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തേ? ഒരു ഭ്രാന്തിയെപ്പോലെ എൻ്റെ കണ്ണുകൾ കൂർത്തു. മുഖം വലിഞ്ഞു മുറുകി. ഇടർച്ചയോടെ തുടങ്ങിയ സംസാരം ഒടുവിലൊരു പൊട്ടിക്കരച്ചിലേക്ക് മാറിയിരുന്നു. ശരീരം ഒന്ന് അനക്കാൻ പോലും ആവതില്ലാതിരുന്ന ഞാൻ സങ്കടത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഒരു മൂർധന്യാവസ്ഥയിൽപ്പെട്ട് ആ നേരം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഏട്ടൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നത് എങ്ങനെയാണെന്ന് പോലും ഓർമ്മയില്ല. പ്രിയേ! എൻ്റെ അവസ്ഥ കണ്ടിട്ടാവണം എനിക്ക് താക്കീത് തരുന്ന രീതിയിൽ മുകുന്ദേട്ടൻ എൻ്റെ പേര് ഇത്തിരി ഉച്ചത്തിൽ തന്നെ വിളിച്ചത്. അതെ, പ്രിയ തന്നെയാ. എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ്. മറക്കാൻ പറ്റാത്തത്ര ഇഷ്ടം. നിങ്ങൾ എന്നെ വേണ്ടെന്ന് വെച്ചാൽ ഇല്ലാതായി പോന്ന് തോന്നുന്ന അത്ര ഇഷ്ടം. ഞാൻ മുഖം പൊത്തി പിടിച്ചുകൊണ്ട് ഏങ്ങലടിച്ച് കരഞ്ഞു. ഏട്ടൻ അറിയോ, ഏട്ടൻ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കഴിഞ്ഞാണെങ്കിൽ എന്നെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആശ കൈവിടാതെ ഓരോ നിമിഷവും ജീവിച്ചത്. ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് അടുത്തടുത്തിരുന്ന് സംസാരിച്ചപ്പോൾ എൻ്റെ നെഞ്ചാ മൂന്നേട്ട തകർന്നു പോയേ. അതും പുലമ്പിക്കൊണ്ട് ഞാൻ എൻ്റെ നെഞ്ചിന് മുകളിൽ വലം കൈ പത്തിക്കൊണ്ട് 3-4 പ്രാവശ്യം ശക്തിയായി അടിച്ചു. പ്രിയേ, എന്തായി കാട്ടണേ? ഏട്ടൻ സെറ്റിയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു, എൻ്റെ പ്രവൃത്തി തടയാൻ എന്ന വണ്ണം. സത്യം ഞാൻ പറഞ്ഞേ. എൻ്റെ അല്ലേ മുകുന്ദേട്ടൻ? എൻ്റെ ഏട്ടൻ്റെ അടുത്ത് ഏതെങ്കിലും പെണ്ണ് വന്നിരുന്നാൽ ഞാൻ സഹിക്കുമോ? മുകുന്ദേട്ടൻ ഇന്ന് വരെ ഒരു പെണ്ണിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുന്നത് ആരായിരിക്കും? എന്നും മുകുന്ദൻ്റെ സാമീപ്യം എന്നിൽ പരവേശവും വെപ്രാളവുമാണ് നിറച്ചിരുന്നുവെങ്കിൽ ഇന്നെന്തുകൊണ്ടോ എനിക്ക് തെല്ലും ഭയം തോന്നിയതേയില്ല. എനിക്ക് മാത്രം സ്വന്തമായിരുന്നത് എന്നിൽ നിന്ന് അകന്നു പോകുമെന്നൊരു പേടി എൻ്റെ ഉള്ളിൽ പൊട്ടിമുളച്ചിരുന്നു എന്നതായിരുന്നു സത്യം. പ്രിയേ, നിന്റെ ഇഷ്ടം പറഞ്ഞ അന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അങ്ങനൊരു ഇഷ്ടം നിന്നോടില്ലെന്ന്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാട്ടുന്നത്? നിനക്ക് ശരിക്കും ഭ്രാന്താണ് പ്രിയേ. ഏട്ടൻ ആദ്യമായി എന്നോട് ദേഷ്യപ്പെട്ടു. അതെ, എനിക്ക് ഭ്രാന്താണ്. എനിക്ക് മൂന്തേട്ടൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്നലെ നിങ്ങളെ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചുറ്റുമുള്ളതൊക്കെ മറന്നുപോയത്. സത്യമായിട്ടും ഞാൻ ഇന്നലെ ആ കാട്ടിൽ പോയി കയറിയതൊന്നും അറിഞ്ഞുകൊണ്ടല്ല. നിങ്ങൾക്കറിയോ, ഇന്നലെ ഏട്ടൻ മഞ്ചാടിക്കാട് വന്നിരുന്നെങ്കിൽ ഈ ഹരിപ്രിയ അവിടെ തന്നെ ഇരുന്നങ്ങ് ഒടുങ്ങിയേനെ. എൻ്റെ സംസാരം കേട്ടതും മുകുന്ദേട്ടൻ്റെ മുഖത്ത് ഞെട്ടൽ പടരുന്നത് കണ്ടിട്ടും ഞാനത് കാണാത്ത ഭാവത്തിൽ നിന്നു. പ്രിയേ, നീ അതിര് കടന്ന് സംസാരിക്കുന്നു. ഇതിൽ എൻ്റെ തെറ്റ് എന്താണുള്ളത്? ഞാൻ നിന്നെ എപ്പോഴെങ്കിലും തെറ്റായിട്ട് നോക്കിയിട്ടുണ്ടോ? എന്തിന്? തെറ്റായിട്ടൊരു വട്ടമെങ്കിലും നിന്നോട് സംസാരിച്ചിട്ടുണ്ടോ? നിന്നിലിഷ്ടം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ടോന്ന്? അത് ചോദിക്കുമ്പോൾ ഏട്ടൻ അലറുകയായിരുന്നു. എനിക്കെന്തോ വല്ലാത്ത സങ്കടം തോന്നി. എൻ്റെ ഏങ്ങലാടികൾ ശക്തമായിട്ട് ഉയർന്നു. നിനക്കെന്നോട് പ്രണയമുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തന്നെ നിന്നെ ഞാൻ തിരുത്തിയതാണ്. ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് നിന്നെ പ്രണയിക്കാൻ കഴിയില്ല. ഇനി ഒരിക്കലും. നിനക്ക് മാത്രമേ എന്നോട് പ്രണയമുള്ളൂ, എനിക്ക് നിന്നോടില്ല. അതുകൊണ്ട് ഈ പേരും പറഞ്ഞ് ഇനി ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ചെയ്യരുത്. എൻ്റെ ബന്ധുവായതുകൊണ്ടും എൻ്റെ ചേച്ചിക്ക് നീയെന്ന് വെച്ചാൽ വലിയ കാര്യമായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും മര്യാദയ്ക്ക് ഞാൻ ഇപ്പോഴും നിന്നോട് സംസാരിക്കുന്നത്. നിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ
ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പ്രതികരിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എൻ്റെ പാട്ടിന് വിട്. എനിക്ക് നിന്നെ സ്നേഹിക്കാനാവില്ല, ഒരിക്കലും. ഏട്ടൻ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ ചെവിയിലല്ലായിരുന്നു വന്ന് പതിച്ചത്. അവ ഓരോന്നും എൻ്റെ ഹൃദയത്തിൽ ഊക്കോടെ വന്ന് തറച്ചു കയറി രക്തം ചീറ്റിപ്പിച്ചു. നിന്ന നിപ്പിൽ തന്നെ ഭൂമി പിളർന്ന് താഴേക്കൊന്ന് പോയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശിച്ചു പോയി. മുകുന്ദേട്ടൻ എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി ജീവിക്കുന്നതിലും ഭേദം ഇല്ലാതാവുന്നതാണ് നല്ലതെന്ന് എൻ്റെ ഹൃദയം എന്നോട് ആജ്ഞാപിക്കാൻ തുടങ്ങി. എനിക്ക് പറ്റില്ല മുകുന്ദേട്ട, ഞാൻ ഇല്ലാണ്ടായി പോവും. എന്നെ ഒന്ന് സ്നേഹിച്ചാൽ എന്താ? ഏട്ടനെ എൻ്റെ സ്നേഹം എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം എന്നതിൽ ഞാൻ പൂർണ്ണമായും പരാജയപ്പെട്ടു. പ്രിയ, ഇക്കാര്യം ഇനിയും നമ്മൾ പറഞ്ഞു മുഷിയരുത്. എന്നെ മറക്കണം, പ്ലീസ്. ആൾ എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകൂപ്പിയതും ഞാൻ ആ കൈയുടെ മുകളിൽ കടന്നു പിടിച്ചു. മുകുന്ദേട്ടൻ എന്നോട് യാചിക്കുന്നു, അതും മറക്കുവാൻ പറഞ്ഞുകൊണ്ട്. ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെയായിട്ടാ ചെയ്യുക? എൻ്റെ ഹൃദയം അലമുറയിട്ടു. എന്നെ എന്താ സ്നേഹിച്ചാൽ ഞാൻ ഏട്ടന് ചേരില്ലേ? അതോ ഏട്ടൻ ആ പെൺകുട്ടിയോട് പ്രണയമുള്ളത് കൊണ്ടാണോ? എന്താണ് ചോദിക്കേണ്ടതെന്ന് അറിയാതെ എന്നിൽ പരിഭ്രമം കൂടിക്കൂടി വന്നു. ഞാൻ ഏട്ടൻ്റെ കോളറിൽ പിടിച്ച് ശക്തിയായി ഉലച്ചു. പ്രിയ, എനിക്കാരോടും പ്രണയമില്ല. ഇന്നലെ വന്ന് എന്നോട് സംസാരിച്ച ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരൻ രുദ്രൻ്റെ പെണ്ണാണ്, എൻ്റെ അനിയത്തിക്കുട്ടി. ഇതിപ്പോൾ ഞാനെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാ, ആ പെങ്കൊച്ചിനെ ഇനി നീ വല്ലതും പോയി ചെയ്യുമോ എന്ന് പേടിച്ച് മാത്രമാണ്. അതും പറഞ്ഞുകൊണ്ട് ഏട്ടൻ എൻ്റെ കൈകൾ കോളറിൽ നിന്നും വിടുവിപ്പിച്ചു. ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പല്ലും ഞെരിച്ചുകൊണ്ട് തുടർന്നു, ഞാൻ പോകുന്നു. ഇനി ഈ സംസാരം തുടർന്ന് എനിക്കൊട്ടും താല്പര്യമില്ല. രണ്ട് വീട്ടുകാർക്കും ഇടയിലുള്ള ബന്ധം ദയവ് ചെയ്ത് നീയായിട്ട് തകർക്കരുത്. എൻ്റെ ചേച്ചിയെ വെറുതെ കണ്ണീര് കുടിപ്പിക്കരുത്. എന്നെ എറിഞ്ഞിട്ടതിന് ശേഷം ഒരു നിമിഷം കൊണ്ട് വാതിലും കടന്ന് പുറത്തേക്ക് പോകുന്നവനെ ഞാൻ കടുത്ത ഹൃദയവേദനയോടെ കണ്ണീരോടെ നോക്കി നിന്നു. എനിക്ക് വല്ലാതെ വന്നു. ശരീരം മുഴുവൻ പെരുപ്പ് കയറി. ശക്തമായി ചുവരിലിടിച്ച് പൊട്ടിക്കുവാൻ തോന്നി. ശരീരം ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ഞാൻ കൈകൾ രണ്ടും തലയുടെ മുകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഉറക്കെ ഉറക്കെ കരഞ്ഞു. എന്നിലെ പ്രണയം എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എനിക്ക് എൻ്റെ ജീവൻ പറഞ്ഞു പോകുന്നതിന് സമമായിരുന്നു. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടവളെ പോലെ ഞാൻ തറയിലേക്ക് ഊർന്നിറങ്ങിപ്പോയി. കുഞ്ഞി, എന്താടി എന്നും ചോദിച്ചുകൊണ്ട് പൊടുന്നനെയാണ് സന്ദീപേട്ടൻ എൻ്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വന്നത്. ഏട്ടൻ എൻ്റെ അരികിലേക്ക് വന്നിരുന്നതും ആ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. എന്താണെന്ന് പറയൂ കുഞ്ഞി, മനുഷ്യനിങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ. കാര്യം എന്താണെന്നറിയാതെ സന്ദീപേട്ടൻ പരിഭ്രമിച്ചു. എന്നെ മുകുന്ദേട്ടൻ ഇഷ്ടമല്ലാന്ന്. ഞാനിനി എന്തു ചെയ്യേട്ടാ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. മുൻപിലിരിക്കുന്നത് തൻ്റെ സഹോദരനാണെന്ന് ഞാനപ്പോൾ ഓർത്തില്ല. സന്ദീപേട്ടനോട് എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഞാനപ്പോൾ മറന്നിരുന്നു. ആ നേരം താങ്ങാനൊരു തോളായിരുന്നു എനിക്ക് ആവശ്യം. കുഞ്ഞി, കരയാതെ. ഞാൻ മാനസികമായും ശാരീരികമായും പൂർണ്ണമായും തളർന്നു എന്ന് മനസ്സിലാക്കിയതും സന്ദീപേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചു. അയ്യോ, എൻ്റെ മോക്ക് എന്താ പറ്റിയേ? അപ്പോഴാണ് താഴെ നിന്ന് അമ്മയും ഏട്ടനും കൂടി എൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ കയറി വന്നത്. മുകുന്ദേട്ടൻ ദേഷ്യത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം അറിയാതെ അവരിരുവരും ആശങ്കയുടെ മുകളിലേക്ക് കയറി വന്നതാവാം എന്ന് ഞാൻ ഊഹിച്ചു. മോളെ. അമ്മയാണ് ആദ്യം വന്ന് എൻ്റെ അരികിലിരുന്നുകൊണ്ട് തട്ടി വിളിച്ചത്. ആരോടും സംസാരിക്കുവാനോ കാരണങ്ങൾ പറയുവാനോ ഉള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഞാൻ. അമ്മ ഇത്തിരി അങ്ങോട്ട് മാറിക്കേ. ദീപേ, നീ ഇവളെ ഒന്ന് പിടിച്ചേ, നമുക്ക് കുഞ്ഞിയെ കട്ടിലിൽ കിടത്താം. എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്ന അമ്മയെ തടഞ്ഞുകൊണ്ട് സന്ദീപേട്ടൻ ഏട്ടത്തിയോട് പറയുന്നത് ഞാൻ കേട്ടു. നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്തത്ര വിധത്തിൽ എൻ്റെ കാലുകൾ അപ്പോൾ തളർന്നു പോയിരുന്നു. ഒരു വിധത്തിൽ അവരിരുവരും കൂടി എന്നെ താങ്ങി ബെഡിലേക്ക് കിടത്തി. ദീപേ, നീ ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് വന്നേ. ഏട്ടൻ അവലാതിയോടെ പറയുന്നത് കേട്ടിട്ടും എനിക്ക് അവരോട് ആരോടും സമയം തെല്ലും ദയ തോന്നിയില്ല. എന്നെ ഓർത്ത് എൻ്റെ വീട്ടുകാർ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് കൺമുൻപിൽ തെളിയുന്ന കാര്യമായിട്ടും ഞാനതിനെ മനഃപൂർവ്വം അവഗണിച്ചു. സ്വന്തം ബന്ധങ്ങളെ ഞാൻ മറന്നുപോയി. എൻ്റെ മനസ്സ് അപ്പോഴും കിട്ടാത്ത പ്രണയത്തിന് പിന്നാലെ പായുകയായിരുന്നു. എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് പായുന്ന മുകുന്ദേട്ടനും അതിന് പിന്നാലെ കാലുകൾ വേച്ച് നടന്നെടുക്കാൻ ശ്രമിക്കുന്ന ഞാനും. അമ്മ എനിക്ക് ചുണ്ടുകൾക്കിടയിൽ വെച്ച് തന്ന ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം കണ്ണുകൾ ഞാൻ പൂട്ടുമ്പോൾ മുകുന്ദേട്ടൻ എന്നെ ഒരു നാൾ ഉറപ്പായിട്ട് സ്നേഹിക്കുമെന്നൊരു വിശ്വാസം എന്നിൽ എന്തോനോ വേണ്ടി ഉരുവായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ.